ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ടെൻഡർ കോക്കനട്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള 2 റെസിപ്പീസാണ്. ആദ്യത്തേത് ടെൻഡർ കോക്കനട്ട് കൊണ്ടിട്ടുള്ള ഒരു ഷേക്കാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ്. അതുപോലെ തന്നെ ടേസ്റ്റ് വൈസും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഷേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ റെസിപ്പി വരുന്നത് ടെൻഡർ കോക്കനട്ട് കൊണ്ടിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പുഡിംഗാണ്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യത്തേത് റെസിപ്പി ഷേക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കരിക്കാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് തന്നെ വെള്ളമുള്ള കരിക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ വെള്ളം മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ കരിക്കെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫ്ലഷ് കൂടെ നമുക്ക് എടുത്ത് മാറ്റാം. ഈ ഒരു കരിക്ക് പൊട്ടിച്ചപ്പോൾ തന്നെ അത്യാവശ്യത്തിന് ഫ്ലഷ് ഉണ്ടായിരുന്നു. ചില കരിക്കിലൊന്നും അത്രക്കൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. എനിക്ക് ഇത് ഒരെണ്ണം തന്നെ മതിയായിരുന്നു കേട്ടോ. ഇനി ഞാൻ ആ ഫ്ലഷ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഗ്ലാസ് പാല് ഫ്രീസറിൽ കട്ടിയാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ ഫ്ലഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി മധുരം ഒന്നും വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ മധുരം ആഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഷേക്ക് അടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്ത് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഞാൻ ചേർക്കുന്നത് നമ്മൾ കട്ടിയാക്കാൻ വെച്ചിരുന്ന പാലാണ് കേട്ടോ. ഒരു ഗ്ലാസ് പാലുണ്ട്, അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാല് ചേർത്ത് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിക്കുന്ന ഷേക്കിന് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സാധാരണ തണുത്ത പാല് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഇത്ര കട്ടി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് പാല് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ ജ്യൂസ് അത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് ഞാൻ ചേർക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഒത്തിരി തണുപ്പ് വേണ്ടാന്നുള്ളവർക്ക് ഈ ഒരു ഐസ് ക്യൂബ് അവോയ്ഡ് ചെയ്യാം, കാരണം ഓൾറെഡി പാല് തണുത്തായതുകൊണ്ട് തന്നെ. പിന്നെ അവസാനമായിട്ട് ഞാനിവിടെ 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. വാനില ഫ്ലേവറിലുള്ള ഐസ്ക്രീം തന്നെയാണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളത്. പിന്നെ അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ടിൻ്റെ തന്നെ ഫ്ലേവറിലുള്ള ഐസ്ക്രീം നിങ്ങൾക്ക് കിട്ടും, അത് ആഡ് ചെയ്താലും നല്ലതാണ്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിലായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള കരിക്കിൻ്റെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുള്ള ടോപ്പിങ്സ് വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഞാനിവിടെ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീമും അതുപോലെ തന്നെ കുറച്ച് നട്ട്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇതൊക്കെ അടിച്ച ഉടനെ തന്നെ വേഗം തന്നെ കുടിക്കാനായിട്ടാണ് കേട്ടോ നല്ലത്. ഒരുപാട് നേരം വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, ആ ഒരു ഫ്രഷ്നെസ്സിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അടിച്ച ഉടനെ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ പറമ്പിൽ നിന്നൊക്കെ ഈ ഒരു കരിക്കൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടേസ്റ്റ് നല്ല സൂപ്പറായിട്ടുള്ള ടേസ്റ്റാണ്. പിന്നെ കുറച്ചുകൂടെ ഷേക്കിന് റിച്ച്നെസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിക്കുമ്പോൾ കുറച്ചുകൂടി നട്ട്സ് കൂടി ഇട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. മെയിനായിട്ട് കപ്പലണ്ടിയൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ലാതെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ റെസിപ്പി നോക്കാം. ഇത് സിമ്പിളായിട്ട് കരിക്കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. കരിക്കിൻ്റെ വെള്ളം മാറ്റി വെച്ചു. പിന്നെ അതിൻ്റെ ഫ്ലഷ് എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കാമ്പിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർക്കുന്നില്ല, ആ കാമ്പിന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് മാത്രമുള്ള വെള്ളമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇനി നമ്മൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. പറഞ്ഞ പോലെ കണ്ടൻസ് മിൽക്ക് തന്നെ വേണമെന്നില്ല, പഞ്ചസാര ആയാലും മതിയാകും. ഈ ഒരു പുഡിംഗ് കട്ടിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജലാറ്റിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെജ് ജലാറ്റിനാണ്. 1 ടേബിൾ സ്പൂൺ വെജ് ജലാറ്റിൻ ഞാൻ ഒരു 10 മിനിറ്റ് മുമ്പ് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ അടിച്ചെടുത്ത ഈ ഒരു മിക്സ് നമുക്ക് ഇനി ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് ജലാറ്റിനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇപ്പം ചൈന ഗ്രാസ് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ചൈന ഗ്രാസ് വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 5 ഗ്രാം ചൈന ഗ്രാസ് ഇതുപോലെ കുതിർത്തിട്ട് നമുക്ക് ഈ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഉരുക്കിയെടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കിയാലും മതിയാകും. ഇപ്പം ഞാൻ ജലാറ്റിൻ ആയതുകൊണ്ട് അതൊന്ന് കുതിർക്കാനിട്ടിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് കുറുക്കി ജലാറ്റിനെല്ലാം മെൽറ്റായിട്ട് കിട്ടണം. അപ്പോൾ അതുവരെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കാം. ജലാറ്റിൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം നമ്മൾ അടുപ്പത്ത് വെച്ച് കുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. കാരണം നമ്മൾ ഓൾറെഡി കുതിർത്തിയിട്ടാണല്ലോ ചേർത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇനി നമുക്ക് സെറ്റാക്കാനുള്ള മോൾഡിലേക്ക് ഈ ഒരു കരിക്കിൻ്റെ മിശ്രിതം ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടാകും. ഫ്രിഡ്ജിൽ നിന്നെടുത്ത തണുത്ത പുഡിങ് നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് വെച്ച് അലങ്കരിച്ച് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഡ്രൈ നട്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് കാഷ്യൂ നട്ട്,
ചെറുതായിട്ട് പീസായിട്ട് കട്ട് ചെയ്ത കാഷ്നട്ട് വെച്ചിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെൻഡർ കോക്കനട്ടിൻ്റെ തന്നെ സ്ലൈസ് യൂസ് ചെയ്തിട്ട് ഗാർണിഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു പുഡിംഗ് റെസിപ്പി ഏറ്റവും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പുഡിംഗ് റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അധികം പ്രോസസ്സൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്യണേ. വീഡിയോസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.